ഇടനിലക്കാരില്ലാതെ, രാഷ്ട്രീയ പക്ഷപാതമില്ലാതെ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ സാധാരണക്കാർക്ക് എങ്ങനെ നേരിട്ട് കിട്ടും? അടുത്ത കാലത്ത് തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് ഒരാളൊരു പരാതി നൽകിയപ്പോൾ അത് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ് വലിയ കോലാഹലമുണ്ടായി. ആ പരാതി സ്വീകരിച്ചില്ല എന്ന് കോലാഹലം ഉണ്ടായപ്പോഴത്തേക്കും ഉടനെ തന്നെ ആ പഞ്ചായത്തിലെ ഭരണകക്ഷി CPM ആണെന്ന് തോന്നുന്നു, ഭരണകക്ഷി ആൾക്കാർ വന്ന് ഈ മനുഷ്യൻ്റെ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്തു കൊടുത്തു. ആ മനുഷ്യൻ്റെ എന്തോ വീടിൻ്റെ മേൽക്കൂര പോയി എന്നുള്ളൊരു വിഷയം മറ്റുമായിരുന്നു. അപ്പോൾ അത് പഞ്ചായത്തിൽ അദ്ദേഹം പല പ്രാവശ്യം കയറി ഇറങ്ങി നടന്ന് ചെരുപ്പ് തേഞ്ഞതിന് ശേഷമാണ് പാർലമെൻറ്റിൽ നിയമനിർമ്മാണ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന വേണ്ടി അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട MP-യുടെ അടുത്ത് ഒരു പരാതിയുമായിട്ട് ആ പ്രായമായ മനുഷ്യൻ പോയത്. അപ്പോൾ എന്തുകൊണ്ട് ഈ സുരേഷ് ഗോപിയുടെ അടുത്ത് പരാതിയുമായിട്ട് പോകുന്നതിന് മുമ്പ് ആ മനുഷ്യൻ്റെ വാർഡിലെ വാർഡ് മെമ്പറോ അല്ലെ ആ മനുഷ്യൻ്റെ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഈ മനുഷ്യനെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നു. പല മാസങ്ങളായിട്ട് പഞ്ചായത്തിൽ കയറി ഇറങ്ങി നടന്നിട്ടും കാര്യം നടക്കാത്തത് കൊണ്ടാണ് ഈ MP-യുടെ അടുത്ത് പോയത്. അപ്പോൾ MP-യെ ഒരു ഇടനിലക്കാരനാക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഇടനിലക്കാരൻ്റെ ആവശ്യമുണ്ടോ? ക്ഷേമ പദ്ധതികൾ അല്ലെ ഒരു പഞ്ചായത്തിൽ നിന്നും ഒരു സാധാരണ മനുഷ്യന് ലഭിക്കേണ്ട കാര്യങ്ങൾ നേടാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മനുഷ്യന് ലഭിക്കാതിരുന്നത് ആ മനുഷ്യന് രാഷ്ട്രീയ സ്വാധീനമില്ലാത്തതുകൊണ്ടായിരിക്കാം. ഭരിക്കുന്ന കക്ഷിയുടെ ആളായിരുന്നു എങ്കിൽ, ജാഥയ്ക്ക് പോകുന്നയാളും കൊടി പിടിക്കാൻ പോകുന്നയാളുമൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നേരത്തെ തന്നെ ഇത് നടന്നേനെ. പക്ഷേ ഒരു 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 കോലാഹലമായപ്പോൾ മാത്രമാണ് ആ പഞ്ചായത്ത് ഉണർന്ന് പ്രവർത്തിച്ച് അദ്ദേഹത്തിന് അർഹമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ അപ്പോൾ ആ പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് മെമ്പറും ഒക്കെ നൽകിയത്. അപ്പോൾ അതിൽ നിന്നും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നും കേരളത്തിൽ സാധാരണ മനുഷ്യർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ രാഷ്ട്രീയ ചായ്വോടുകൂടിയോ അല്ലെങ്കിൽ ഇടനിലക്കാർ ഉണ്ടെങ്കിലോ ഒക്കെ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളത് ഈ ഒരു ഉദാഹരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് ഒരു തെറ്റായ കാര്യമാണ്. ജനങ്ങൾക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. അതിൻ്റെ കാരണം അയാൾ ഭരണകക്ഷി CPM-ൻ്റെ അനുഭാവിയല്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പ്രചരണത്തിന് പോകുമ്പോൾ കാണാൻ പറ്റും അവർക്ക് പല കാര്യങ്ങളും ലഭിക്കുന്നില്ല. കാരണം നമ്മൾ CPM-കാരല്ല, അതുകൊണ്ട് വീട് കിട്ടുന്നില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ കിട്ടുന്നില്ല, ഈ വഴിയിൽ റോഡ് നന്നാക്കുന്നില്ല, ഇങ്ങോട്ട് കുടിവെള്ള പദ്ധതി ഉണ്ടാക്കുന്നില്ല, ഇങ്ങോട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്നില്ല എന്നൊക്കെയുള്ളത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ നമ്മൾ കേൾക്കുന്ന സ്ഥിരം കാര്യമാണ്. ഭരണകക്ഷിയുടെ ആൾക്കാരാണെങ്കിൽ കാര്യം നടക്കും, ഭരണകക്ഷിയുടെ ആൾക്കാരല്ലെങ്കിൽ കാര്യം നടക്കില്ല. അപ്പോൾ അത് മാറേണ്ട ഒരു കാര്യമാണ്, മാറ്റേണ്ട ഒരു കാര്യമാണ് കേരളത്തിൽ തീർച്ചയായിട്ടും. കാരണം എല്ലാവർക്കും ഒരേപോലെ ഈ ക്ഷേമ പദ്ധതികളുടെ ബെനഫിറ്റ്സ് നേടിക്കൊടുക്കുക, നടത്തിക്കൊടുക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിലെയും കോർപ്പറേഷനിലെയും മുനിസിപ്പാലിറ്റിയെയും ഒക്കെ ഭരണസമിതിക്കാരുടെയും അവിടുത്തെ കൗൺസിലർമാരുടെയും വാർഡ് മെമ്പർമാരുടെയും ഒക്കെ ഉത്തരവാദിത്വം, കടമ എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് അവരെ ജനങ്ങൾ വോട്ട് നൽകി വാർഡ് മെമ്പറും കൗൺസിലറും മേയറും ഒക്കെ ആക്കി ഇരുത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇത്തരം ഈ ഇടനിലക്കാരില്ലാതെ എങ്ങനെ, രാഷ്ട്രീയ പക്ഷപാതിത്വമില്ലാതെ എങ്ങനെ സാധാരണ മനുഷ്യർക്ക് ഈ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ എത്തിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ മോദി സർക്കാർ വന്നതിന് ശേഷം ആലോചിച്ചു. അങ്ങനെയാണ് ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് ബെനിഫിറ്റ്സ് എന്നുള്ള ഒരു പരിപാടി മോദി സർക്കാർ തുടങ്ങിയത്. കൃഷിക്കാർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം നൽകുന്ന ഒരു പദ്ധതി നരേന്ദ്രമോദി സർക്കാർ തുടങ്ങി. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മനുഷ്യരും ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളൊരു കാര്യം തുടങ്ങി. ഫിനാൻഷ്യൽ ലിറ്ററസിക്ക് വേണ്ടിയുള്ള പരിശീലനങ്ങൾ, ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയാലല്ലേ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നൽകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിക്കുക, അതിനെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്ത ശേഷം
തൊഴിലുറപ്പ് പദ്ധതിയുടെ പണവും നേരിട്ട് തൊഴിലുറപ്പ് കക്ഷികൾക്ക് നേരിട്ട് നൽകുക. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു ക്ഷേമ പദ്ധതിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. തൊഴിലില്ലാത്ത ആളുകൾക്ക് 100 ദിവസത്തെ ജോലി തീർച്ചയായിട്ടും നൽകും. അതിൻ്റെ പണം നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നു. അപ്പോൾ അത് ഒരു ഇടനിലക്കാരനും വേണ്ട, രാഷ്ട്രീയ പക്ഷപാതിത്വമില്ല. അതുപോലെ കൃഷിക്കാർക്ക് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നു. അതിന് ഒരു ഇടനിലക്കാരുടെയും ആവശ്യമില്ല, നേരിട്ട് എത്തുന്നു. അതുപോലെ റേഷൻ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതി. അത് സാധനങ്ങളായിട്ട് അരിയോ പഞ്ചസാരയോ മണ്ണെണ്ണ ആവശ്യമുള്ള പ്രദേശങ്ങളിൽ മണ്ണെണ്ണയായിട്ടോ ഗോതമ്പ് പൊടിയായിട്ടോ ഒക്കെ സാധനങ്ങളായിട്ട് എല്ലാ ആൾക്കാരുടെയും കൈകളിൽ എത്തുന്നുണ്ട്. അതിന് റേഷൻ കടകൾ ഉണ്ട്, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിതരണം സാധനങ്ങളായതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പക്ഷേ അതിലും തീർച്ചയായിട്ടും സുതാര്യമായിട്ട് ആ കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തിയൊരു ജനക്ഷേമ പദ്ധതിയാണ് റേഷൻ സംവിധാനം. പണ്ടൊക്കെ റേഷൻ കടകളിൽ വരുന്ന അരിയും ഗോതമ്പും ഒക്കെ മറിച്ച് വിൽപ്പന നടത്തുക എന്നുള്ളത് വളരെ വ്യാപകമായിരുന്നു. ഇപ്പോൾ അത് കൂടുതൽ സുതാര്യമാക്കിയത് കൊണ്ട് അത് വളരെ അങ്ങനത്തെ തിരിമറികൾ കുറഞ്ഞ് നടപ്പാക്കുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ്. അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് 3000 രൂപ പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി ഒരു വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ രണ്ട് പേർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ 6000 രൂപ വരെ ഒരു വീട്ടിൽ തന്നെ പെൻഷൻ കിട്ടാവുന്ന ഒരു പദ്ധതിയാണ് ഈ ഓൾഡ് ഏജ് പ്രൊട്ടക്ഷൻ എന്ന ഒരു പദ്ധതി. ആ പദ്ധതി വളരെ ചുരുങ്ങിയ എമൗണ്ട് അടച്ച് 60 വയസ്സ് കഴിയുമ്പോഴത്തേക്കും 3000 രൂപ പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ അതൊക്കെ സാധാരണ മനുഷ്യർക്ക് അവർക്ക് ഏത് പ്രായമായാലും അവർക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നതിനുള്ളതാണ്. അതുപോലെ ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും അതുപോലെ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്നുള്ള സ്കീമുകൾ, അതുപോലെ സ്ത്രീകൾ പ്രഗ്നൻ്റ് വിമനുള്ള പദ്ധതികൾ, അങ്ങനെ എല്ലാ പ്രായത്തിലുള്ളവർക്കും എല്ലാ പ്രദേശത്തുള്ളവർക്കും എല്ലാവിധ ആനുകൂല്യങ്ങൾ ആവശ്യമുള്ളവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന പദ്ധതികൾ, വൈവിധ്യമേറിയ പദ്ധതികൾ ഇന്ത്യയിൽ ഇന്ന് നിലവിലുണ്ട്. അതെല്ലാം തന്നെ എല്ലാ മനുഷ്യർക്കും കിട്ടുന്നതിന് വേണ്ടി ഈ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ഭരിക്കുന്ന പാർട്ടികൾ അത് എല്ലാവർക്കും എത്തിക്കാൻ ഉത്തരവാദിത്വം അവർക്കുണ്ട്. അപ്പോൾ അത് രാഷ്ട്രീയ പകപോക്കലിന് ഉപയോഗിക്കാതെ, രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിക്കാതെ, ഇടനിലക്കാരുടെ ആവശ്യമില്ലാതെ ഇത് എത്തിക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന ആൾക്കാരുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്, ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ ഈ പദ്ധതികൾ എന്താണെന്ന് അറിഞ്ഞ് അതൊക്കെ നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നുണ്ടോ ഇടനിലക്കാരില്ലാതെ എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയം. ഇതിനു മുമ്പ് 5 വർഷം ഭരിച്ചിരുന്നവർ നിങ്ങളുടെ അടുത്ത് വോട്ട് അഭ്യർത്ഥിച്ച് വരുമ്പോഴത്തേക്കും ഈ പല പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നിങ്ങൾക്ക് ഒരു വിഷമവുമില്ലാതെ കിട്ടിയിട്ടുണ്ടോ, കിട്ടുന്നുണ്ടായിരുന്നോ എന്നുള്ളത് ചോദിക്കേണ്ട, മനസ്സിലാക്കേണ്ട, അറിയേണ്ട ഒരു സമയമാണ് ഈ തിരഞ്ഞെടുപ്പ് സമയം.